എന്താ മോളെ ഒരു സന്തോഷമില്ലാതെ? ഇന്നുമുള്ള കല്യാണല്ലേ? നീ എന്തിനാണ് ഇവിടെ ഇങ്ങനെ കുറ്റിയടിച്ച പോലെ നിൽക്കുന്നേ? ഞാൻ പിന്നെ എന്ത് വേണം? അവിടെ നമ്മൾ ക്ഷണിച്ച ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അവരോട് എന്ന് സംസാരിച്ചൊക്കെ നിൽക്ക്. കുടിക്കാനോ കഴിക്കാനോ എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്ക്. അല്ലെങ്കിൽ അവർക്കെന്ത് തോന്നും? മംഗലശ്ശേരി മാധവന്റെ മകളുടെ കല്യാണത്തിന് വന്നിട്ട് നമ്മൾ മര്യാദ കാണിച്ചില്ല എന്ന് പറയും ഇല്ലേ? രാധികെ പറയുന്നത് കേക്ക്. രാധികെ നീ ഓഫീസിലേക്കല്ലേ? അതെ. മീര എവിടെ? കണ്ടില്ല. ഇത് മേനോൻ സാറിന്റെ കയ്യിൽ കൊടുത്തേക്ക്, മറക്കരുത്. കൊടുക്കാം. തിങ്കളാഴ്ച ഈവനിങ്ങിൽ ബോർഡ് മീറ്റിംഗ് വെക്കുന്ന കാര്യം ചോദിച്ചിരുന്നു. ഫിക്സ് ചെയ്തോളാൻ പറഞ്ഞു. ശരി. നന്ദു അങ്ങോട്ട് എത്തിയോ? ഇല്ല, എത്താറാവുന്നതേ ഉള്ളൂ. ഒന്ന് രണ്ട് സ്ഥലത്ത് കയറാനുണ്ട്. എവിടെയാ? ആരെങ്കിലും കാണാനാണോ? അതൊക്കെ ഉണ്ട്, ഞാൻ പിന്നെ പറയാം. അതുപോരെ? ആ മതി മതി. ആ ശരി നന്ദു. നന്ദ, ഇന്നു മുതൽ ഒരു വണ്ടിയിൽ പോയാൽ മതിയെന്ന് പറഞ്ഞിരുന്നല്ലേ? പിന്നെ നീ എന്താ മീരെ വിളിക്കാതെ പോകുന്നേ? അയ്യോ വേണ്ട ആന്റി, അതൊക്കെ ബുദ്ധിമുട്ടല്ലേ. നന്ദന് ഒരു ബുദ്ധിമുട്ടുമില്ല, മോള് കയറിക്കോ. അതല്ല, എനിക്ക് ഓഫീസിൽ ചെന്നാലും സൈറ്റിലൊക്കെ പോണ്ടി വരും. പോണെങ്കിലും നന്ദനെ വിളിച്ചാ പോരെ? അയ്യോ അതൊക്കെ നന്ദന് ഡിസ്റ്റർബൻസ് ആവും. എന്തിനാ വെറുതെ? അച്ഛൻ പറഞ്ഞിരിക്കുന്നത് രണ്ടാളും ഒരു വണ്ടിയിൽ പോയാ മതിയെന്നാ. അത് തെറ്റിക്കണ്ട, മോള് കയറിക്കോ. അവൾ അവളുടെ കാറിൽ പോന്നോട്ടമ്മേ. അവർക്ക് പല സ്ഥലത്ത് പോകേണ്ടി വരില്ലേ? ഇന്നു മുതൽ നിങ്ങൾക്കെല്ലാം കോമണാ. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം പോവാൻ. അതിന്റെ ഒരു തുടക്കമാണെന്ന് കരുതിയാ മതി ഇത്. മീര, മോള് കയറ്. രാധികെ, നിനക്ക് അടുക്കളയിൽ എന്താ ജോലി? നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ കരഞ്ഞ് ശോകാക്കാനാണോ നിന്റെ ഉദ്ദേശം? നീ ഇങ്ങനെ കരഞ്ഞ് കാണിച്ച് നടന്ന മോളുടെ മനസ്സ് വേദനിക്കില്ലേ? അവളുടെ മനസ്സിപ്പോ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയല്ലേ. അവളുടെ മനസ്സ് എരിയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ആർക്കൊക്കെ എന്തൊക്കെ പറ്റിയാലും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നടക്കണം. വേറെ ഒന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. വെറുതെ പഴംപുരാണം പറഞ്ഞോണ്ട് നിൽക്കാതെ നീ അങ്ങോട്ടൊന്ന് വാടി. നിങ്ങൾക്ക് ഇതിലൊന്നും ഒരു വേദനയും കാണില്ല. പക്ഷെ എന്റെ കുഞ്ഞിന്റെ മനസ്സെരിയുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് കണ്ടില്ലെന്ന് നടിച്ച് ആളുകളോട് ചിരിച്ചു വർത്താനം പറയാൻ എനിക്ക് പറ്റില്ല. ഒരു പെണ്ണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷങ്ങളിലൊന്ന് അവളുടെ വിവാഹം.
സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞ അവൾ അതിന് ഒരുങ്ങേണ്ടത്. നമ്മുടെ മോളിപ്പ അതിന് നിന്നു കൊടുക്കുന്നത് മരിച്ച് മരവിച്ച പോലെയാ. മുല്ലപ്പൂവും പൊന്നും ഒക്കെ ചാർത്തുന്നത് എന്റെ മോളുടെ ശവത്തില്ല. രാധിക, എല്ലാം അറിഞ്ഞിട്ട് നീ ഇങ്ങനെ പെരുമാറിയാലോ? കാർത്തികേയൻ നിങ്ങൾ കരുതും പോലെ ഒരാളല്ല. അവളെ അയാൾ പൊന്നുപോലെ നോക്കും. മോളുടെ ഇപ്പോഴത്തെ പ്രയാസമൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. കാർത്തികേയന്റെ മാളികയിൽ ഒരു റാണിയെ പോലെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഈ സങ്കടങ്ങളൊക്കെ അവിടെ മറക്കും. നീ കണ്ടോ? ആ വലിയ വീട്ടിലെ താമസം, ആർഭാടത്തിലുള്ള ഭക്ഷണവും ചുറ്റും വേലക്കാരികളും മതിയോ ഒരാൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ? പിന്നെ എന്താടി ഈ സന്തോഷം എന്ന് പറയുന്നത്? കുറച്ചു കാലേ മനുഷ്യൻ നല്ലൊരു ജീവിതമുള്ളൂ. ആ സമയം ആശ പോലെ ആവണമെങ്കിൽ കയ്യിൽ ഇഷ്ടം പോലെ കാശ് തന്നെ വേണം. പട്ടിണിയാണെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ സന്തോഷം ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാ. ഒരു സദ്യ കഴിക്കണം തോന്നിയാ അത് തന്നെ കിട്ടണം. പഴങ്കഞ്ഞി കുടിച്ചിട്ട് സദ്യയേക്കാൾ കേമായി എന്ന് പറയുന്നതേ വിഡ്ഢിത്തര, കള്ളത്തര. കാശില്ലാത്തവന്റെ അഭിപ്രായത്തിനും സ്നേഹത്തിനും, എന്തിന് അവന്റെ സങ്കടത്തിന് പോലും ആരും വില കൽപ്പിക്കില്ല. ഇന്നു മുതൽ നമ്മുടെ ജീവിതം മാറാൻ പോവുക. ചാരിമോളുടെ കൂടെ ഇനി മുതൽ നമ്മളും കാർത്തികേയന്റെ മാളികയിലാണ് താമസിക്കാൻ പോകുന്നേ. നമ്മളെന്ന് പറയണ്ട, എന്റെ മോളെ കൊലയ്ക്ക് കൊടുത്തതിന്റെ പങ്ക് പറ്റി ഞാൻ ജീവിക്കില്ല. നിങ്ങൾ കാർത്തികേയന്റെ മാളികപ്പുരയിൽ പോയി സുഖിച്ച് ജീവിച്ചോ. അപ്പൊ നീ എന്താ തീരുമാനിച്ചിരിക്കുന്നേ? കാശിക്ക് പോകണം? അത് നിങ്ങൾ അന്വേഷിക്കണ്ട. ഇവിടെ ഒരുപാട് അനാഥാലയങ്ങളുണ്ട്. എവിടെയെങ്കിലും എനിക്കൊരിടം കിട്ടും. ആ ശരി, നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. കാർത്തികേയനോട് ചോദിച്ചിട്ട് ഏതാ നല്ല അനാഥാലയം എന്നറിഞ്ഞു വെക്കാം. തൽക്കാലം ഈ കണ്ണീരൊക്കെ തുടച്ചിട്ട് അങ്ങോട്ട് വാ. നമ്മുടെ മോളുടെ കല്യാണ വാ. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവള്. ഓ ശരി ശരി, അമ്പലത്തിലെത്തുന്ന സമയമായി. എടാ നീ എവിടെ വാ, അവിടെ വെച്ച് കാണാം. ആ ചേട്ടാ, മാധവേട്ടനൊന്ന് വിളിച്ചേ. ആ ശരി. മോള് വന്നില്ലേ? ഇല്ല, സ്കൂളിൽ പോയി. എക്സാം ഒക്കെ അല്ലേ. മക്കളൊന്നും വന്നില്ലേ? വന്നു. കാർത്തിക എന്നെ വിളിച്ചോ? വിളിച്ചോന്നോ? ഇറങ്ങാറായില്ലേ? സമയമായി. ഇവിടെ എല്ലാം റെഡിയാ. ഇനി നമ്മളങ്ങോട്ട് ഇറങ്ങിയാൽ മാത്രം മതി. എങ്കിൽ പിന്നെ എന്തിനാ കാത്തിരിക്കണേ? രാധാമണി, ഒന്ന് അവരോട് ഇറങ്ങാൻ പറയോ? ആ ശരി. ഇറങ്ങാൻ പറഞ്ഞിട്ടാ ഞാനിങ്ങോട്ട് പോകുന്നത്. ശാരിക്ക് ലേശം സങ്കടമുണ്ട്. എന്താ കാര്യം? ചേച്ചി കല്യാണത്തിനുണ്ടാവില്ലല്ലോ, അതോർത്തിട്ടാ. കുറ്റം പറയാൻ പറ്റില്ലല്ലോ, കൂടപ്പിറപ്പല്ലേ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? ഈ കല്യാണം എങ്ങനെയാ നടക്കേണ്ടിരുന്നെന്ന് അറിയാലോ. കാര്യങ്ങൾ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെയൊക്കെ ആയി. തലയിലെഴുത്ത് അല്ല എന്താ? അതെ, ചൊവ്വായിരുന്ന ശാരികയുടെ സ്ഥാനത്ത് നിൽക്കേണ്ടവളല്ലേ. എന്നാലും എനിക്ക് ദേവിയോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ അവളെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. നേരോ? ആ അത് നന്നായി. പക്ഷെ വരുമെന്ന് തോന്നില്ല. കുറ്റബോധം ഉണ്ടാവുമല്ലോ. ഓ, ആ വരുന്നു വരാതിരിക്കുന്നതൊക്കെ അവളുടെ ഇഷ്ടം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇഷ്ടമുണ്ടേ വരട്ടെ അല്ലേ. ഹലോ സർ. ആ ഞാൻ കണ്ടു. ബാക്കിയെല്ലാം ക്ലിയർ ആണല്ലോ അല്ലേ? ആ ഓക്കെ, താങ്ക് യു സർ. ഞാൻ അങ്ങോട്ട് പോവാം. താനവരെ വിളിക്ക്, ഇറങ്ങാൻ പറ. ഓ, ഞാൻ വിളിക്കാം.
കാർത്തിക ദേ അവരിറങ്ങി. രാധേശും മോളെ കാറിലോട്ടെടുത്ത്. മാധവേട്ടാ, മോളെ വന്ന് കാറി കയറ്. കയറ് മോളെ. വാ മോളെ. ചെന്ന് വണ്ടി കയറി. ഏ എന്താ തബീത്? മോള് വാ. വാ മോളെ. വാ. മോള് കയറി. വാ. വാ മോളെ. വന്ന് കയറി രാധികേ. വാ രാധികേ. വന്ന് വണ്ടി കയറ്. എല്ലാരും എന്തോ നോക്കി നിൽക്കുന്നത്? സമയം പോയില്ലേ? വാ, വന്ന് വണ്ടി കയറ്. രാധേശി വന്ന് വണ്ടി കയറ്. കേറ്. മാധവേട്ടാ വാ കയറ്. ആ. പുറത്ത് വണ്ടിയുണ്ട്, നിങ്ങൾ കയറിയോ.
സാറ് നേരത്തെ എത്തിയല്ലേ? പിന്നെ കൊല്ലക്കോട്ടെ നാട്ടുരാജാവിന്റെ കല്യാണമല്ലേ, ക്രമസമാധാനം ഉറപ്പുവരുത്താതെ പറ്റില്ലല്ലോ. ഓ, അത് കലക്കി. അത് ഈ മുഖത്തുനിന്ന് തന്നെ കേട്ടപ്പോ വലിയ സന്തോഷമായി. ഇറങ്ങുമോളെ. ഇറങ്ങുമോളെ. ഇറങ്ങടി അങ്ങോട്ട്. എന്താലോചിച്ചോണ്ടിരിക്കുക? ഇറങ്ങ് ഇറങ്ങ്. ഇറങ്ങന്റെ പെണ്ണുമ്പിള്ളെ മോങ്ങിക്കൊണ്ടിരിക്കാതെ. എങ്ങനെയാ? ഞങ്ങൾ 3-4 പേരേ ഉള്ളൂ. കൂടുതൽ ഫോഴ്സിനെ വിളിക്കേണ്ടി വരുമോ? അതെ, സാറ് നിയമപ്രകാരമുള്ള ഒരാളായിട്ട് ഇവിടെ താലി കെട്ട് കഴിയുന്നതുവരെ വെറുതെ അങ്ങ് നിന്ന് തന്നാ മതി. ആവശ്യത്തിൽ കൂടുതലുള്ള ഫോഴ്സ് എന്റെ വകയായിട്ട് അമ്പലത്തിന് ചുറ്റും ഉണ്ടാവും. അപ്പൊ എനിക്കിവിടെ പണി എളുപ്പമായി. കൊള്ളാം. അല്ല, ഇയാളുടെ മൂത്ത മോളില്ലേ, അവളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മൂവ് ഉണ്ടാവോ? ഞാനത് വിളിച്ചു പറയാൻ മറന്നുപോയി. അവള് സറണ്ടായി സാറേ. എന്നെ വിളിച്ച് വലിയ സങ്കടത്തോടുകൂടി സംസാരിച്ചു. അവക്ക് നഷ്ടബോധം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ചാടിപ്പോയി കിട്ടാവുന്നുള്ള പണികൾ അത്രയും വാങ്ങിച്ച് ഇപ്പൊ ഒതുങ്ങിക്കൂടി കഴിയുക. ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? പിന്നെ കരച്ചിലായി, മാപ്പ് പറച്ചിലായി. വിവാഹം മംഗളമായിട്ട് നടക്കട്ടെ എന്ന് എന്നെ ആശീർവദിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മള് കരുതിയതുപോലെ എതിർപ്പുണ്ടാവാൻ വഴിയില്ല. ഇനി വന്നാൽ തന്നെ അവരടി കൊണ്ട് ചുരുളും സാറേ. അതറിയാവുന്നതുകൊണ്ട് തന്നെ ഒറ്റ ഒരുത്തിനും ഈ പരിസരത്ത് കാലൂത്തില്ല. ആരും വരില്ലെന്ന് പറഞ്ഞിട്ട് ആ വന്നിരിക്കുന്ന ആരാടോ? കസിയ, ഇവന്മാര് കല്യാണം തടയാനോ മറ്റോ ഒന്നാണോ?
വന്നില്ലേ? ആര്? അല്ല, നിങ്ങൾ രണ്ടുപേരും വന്ന സ്ഥിതിക്ക് ദേവിയെ കൂടെ വിളിക്കായിരുന്നു. അവക്ക് ഈ കല്യാണം കൂടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ ക്ഷണിച്ചതുവാ. കഷ്ടമായിപ്പോയി. എന്തായാലും നിങ്ങൾ രണ്ടുപേരും വന്നല്ലോ, നന്നായി. അല്ല, ക്ഷണിക്കാൻ വിട്ടുപോയി. വേണ്ടേ, ഇപ്പൊ ക്ഷണിച്ചിരിക്കുന്നു. താലികെട്ടൊക്കെ കഴിഞ്ഞ് സദ്യ കൊണ്ടിട്ടേ പോവാവൂ. എന്നാ പിന്നെ ഞാൻ അല്ല, അനുഗ്രഹം ഉണ്ടാവണം. അത് തലയ്ക്ക് മുകളിൽ തന്നെ ഉണ്ടല്ലോ കാർത്തിക. നീ ചെല്ല്, ചടങ്ങ് നടക്കട്ടെ. ഞാൻ പറഞ്ഞത് എന്റെ മര്യാദയാ. പിന്നെ വന്നത് ഈ കല്യാണം മുടക്കൽ, അടിപിടി, അക്രമം, പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകൽ, ഇത്തരം കലാപരിപാടികൾ കാഴ്ചവെക്കാനാണെങ്കിൽ പറയണം. ഒരു മംഗളകാര്യം നടക്കല്ലേ. ചോര കാണുന്നത് ശുഭമാണെന്നാണ് വൈപ്പ്.